നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, എന്നാൽ പോലും നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ജാതകവും പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോജനം എന്താണ്? ഇത് രണ്ടും വേണോ? ഏതെങ്കിലും ഒന്ന് മതിയോ? കേരളത്തിൻ്റെ പുറത്തോട്ടാരും കവടി വെച്ച് പ്രശ്നം വെക്കുന്നില്ലല്ലോ. കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം. കേരളത്തിൽ അധികം ആൾക്കാർ അങ്ങനെ ജാതകം നോക്കാറില്ലല്ലോ. കേരളത്തിന് പുറത്ത് ഒരുപാട് ആൾക്കാർ ജാതകത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? അതോ ഇതൊക്കെ മോശമാണോ? ഇതൊക്കെ ശരിയാണോ? എന്താണെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് പേര് കമൻറ്റും ചെയ്യാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഞാൻ പഠിച്ചു വന്ന വഴി, അതുപോലെ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നതും എനിക്ക് അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള ഒരു ഉത്തരം പറയാം. പല ഉത്തരങ്ങൾ പലർക്ക് കാണും, പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ഉത്തരം ഇതിനുണ്ട്. ജാതകം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നതിനും ഒരു കാലമുണ്ട്, ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് ആ വ്യക്തി ജനിച്ച സമയം, ജനിച്ച സ്ഥലം, ജനിച്ച തീയതി എന്നിവ വെച്ച് കണ്ടെത്തുന്ന ഗ്രഹസ്ഥിതിയും ആ ഗ്രഹസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ടൈം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് പരാശരി ക്രമത്തിലാണെന്നുണ്ടെങ്കിൽ ചാർട്ടഡ് ഗ്രഹനില മുതൽ ഷഷ്ട്യാംശം വരെയുള്ള D60 വരെയുള്ള ബന്ധങ്ങൾ നോക്കി, അല്ലെങ്കിൽ വർഗസ്ഫുടങ്ങൾ, പരിവൃതിയുടെ വലിയ വർഗസ്ഫുടങ്ങൾ നോക്കാനാണെങ്കിൽ ഒന്നാമത്തെ ഗ്രഹനില മുതൽ അങ്ങ് 1800 വരെയുള്ള ചാർട്ടുകൾ, D1 മുതൽ D1800 വരെയുള്ള ചാർട്ടുകളെ വിശദമായിട്ട് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധങ്ങളെയും സഞ്ചിത പ്രാരാബ്ധ ആഗമീയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തി അതിനെ ഗോചരത്തെയും കൂടെ ഘടിപ്പിച്ച് അതുപോലെ തന്നെ മറ്റു പല വർഗങ്ങളെയും കൂടെ നോക്കി ഗ്രഹങ്ങളുടെ ബലം നോക്കി, ഇപ്പോൾ ഷഡ്ബലം അഷ്ടബലം എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങളുടെ ബലം നോക്കി പലതരത്തിലുള്ള ദശകളുണ്ട്. ആ ദശകളുടെയൊക്കെ കാൽക്കുലേഷൻസ് നോക്കിയിട്ട് ഒരു ഫൈനൽ ലെവലിലേക്ക് ഈ വ്യക്തി എന്തിനാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് ജാതക ചിന്തയുടെ പ്രധാനപ്പെട്ട ആശയം. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ല. ഒരാൾ ജ്യോതിഷ്യൻ്റെ അടുത്തേക്ക് വരുന്ന സമയം, ആ വരുന്ന ആളുടെ പേരാണ് പൃച്ഛകൻ, അല്ലെ ചോദ്യവുമായിട്ട് വരുന്ന ആൾ. അയാളൊരു ആവശ്യത്തിനായിട്ട് ജ്യോതിഷ്യൻ്റെ അടുത്ത് വരുമ്പം ഒരു താൽക്കാലിക ആരൂഢം കണ്ടെത്തും. നമ്മൾ ജനിച്ചതിൻ്റെ ഒരു റീസണാണ് ഗ്രഹനില എന്ന് പറഞ്ഞതുപോലെ തന്നെ അയാൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ വ്യക്തി ഈ സമയം എന്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു, അത് വെച്ചിട്ട് അപ്പോഴത്തെ വാരം, അന്നത്തെ വാരം, തിഥി ശുഭമായിരിക്കണം, വാരം ശുഭമായിരിക്കണം, പഞ്ചാംഗങ്ങളെല്ലാം തന്നെ നിത്യയോഗവും കരണവും അതേപോലെ തന്നെ നക്ഷത്രവും നോക്കിയിട്ട് ശുഭനക്ഷത്രങ്ങൾ, ശുഭതിഥികൾ, ശുഭവാരത്തിൽ, ശുഭനിത്യോഗത്തിലും ശുഭകരണത്തിൽ വന്നിരിക്കുന്ന ആ ആൾ എന്തുകൊണ്ട് ആ സമയത്ത് വന്നു, അപ്പോഴത്തെ ഗ്രഹസ്ഥിതി, അപ്പോഴത്തെ ലഗ്നമുണ്ട്, ആ ലഗ്നം നോക്കിയിട്ട് നമ്മളൊരു ആരൂഢം കണ്ടുപിടിക്കും. അതിനെ ആ ആരൂഢം കണ്ടുപിടിക്കുന്നതാണ് പ്രശ്നം. അതൊരു പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം എന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രശ്നം പലപ്പോഴും പ്രശ്നമാവും പലരുടെക്കും. പൂജ ചെയ്യാനും കാശുണ്ടാക്കാനും പരിപാടി ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ടൂളായിട്ടാണ് പ്രശ്നത്തെ യൂസ് ചെയ്യുന്നത്. അത് പലർക്കും പ്രശ്നമാവുന്നുണ്ട്. എങ്കിലും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ വേണ്ടി ജ്യോതിഷൻ്റെ അടുത്തേക്ക് എത്തുമ്പം 60,000 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പൂജകൾ അടിച്ചേൽപ്പിച്ച് വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്ന, തള്ളിക്കൊണ്ടു പോകുന്ന പ്രശ്നക്കാരായിട്ടുള്ള പ്രശ്നം നോക്കുന്നവരും ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തു പോകുന്ന ഉപാസകരെന്ന് പറയുന്ന താന്ത്രികന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന മഹാപൂജാരികളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു കളിയാണ് ശാന്തി. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരെ. അപ്പം ആ ബിസിനസ് ലെവലിലല്ലാതെ ഇതിനെ ചിന്തിച്ചാൽ പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം എന്നേ ഉള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ ചോദ്യം നമ്മൾ ആരൂഢം എന്നതിനെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, ഇന്നത്തെ ഗ്രഹസ്ഥിതികളെല്ലാം ഉണ്ട്, നിങ്ങളൊരു ഉച്ചയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഉദയം ഉണ്ടാവും. ആ ഉദയം എല്ലാം നോക്കി, ഗ്രഹസ്ഥിതികളെല്ലാം നോക്കി, അന്നത്തെ തിഥി, വാരം, കരണം, നിത്യയോഗം, നക്ഷത്രം എല്ലാം ഞാൻ അതിൻ്റെയൊക്കെ ഫലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഞാനൊരു ആരൂഢം കണ്ടുപിടിക്കും, ഇവരെന്തിനാണ് വന്നത്. എന്നിട്ട് ആ ഉദയ സമയവും ആ ഉദയരാശിയും ഈ ആരൂഢവും തമ്മിലുള്ള ബാലൻസിങ് ആണ് പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം. അത് ഈ ആരൂഢം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ, കേരളീയർ കവടി ഉപയോഗിക്കും. താമ്പൂലത്തിലൂടെ കണ്ടുപിടിക്കാം. കിട്ടുന്ന താമ്പൂലത്തെ പല ഗണിതക്രിയകളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ്
അതിനൊരു ശിഷ്ടം വരും. ആ വരുന്ന സംഖ്യയ്ക്കനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുണ്ടാവും. ആ ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു അതിനെ താമ്പൂലാരൂഢം എന്ന് പറയും. ഇപ്പോൾ ദേവപ്രശ്നമൊക്കെ വെക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യ വിഷയങ്ങളായിട്ട് തന്നെ രാശി പൂജയൊക്കെ നടത്തി വെക്കുകയാണെങ്കിൽ സ്വർണം വെക്കും ഏതെങ്കിലും ഒരു രാശിയിൽ കുഞ്ഞിനെ കൊണ്ട്. അത് സ്വർണ്ണാരൂഢം എന്ന് പറയും. കവടി കൊണ്ട് കണ്ടെത്തുന്നത് സാമാന്യാരൂഢം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ കേരളത്തിന് പുറത്ത് കവടിയൊന്നും ഇല്ലല്ലോ, താമ്പൂലമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അവർ വേറൊരു മെത്തേഡാണ് അതിന് ഉപയോഗിക്കുന്നത്. ഹോരാരിയിൽ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ, ഹോരാരി പ്രശ്നം എന്നൊക്കെ അവർ പറയുന്നത്, അവർ സംഖ്യ ഉപയോഗിക്കും. നിങ്ങളൊരു സംഖ്യ പറഞ്ഞാട്ടെ, ആ സംഖ്യയെ പ്രത്യേക രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ആരൂഢം കണ്ടുപിടിക്കും. അങ്ങനെ ആരൂഢം കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് വഴികൾ, കേരളത്തിൽ പരിചിതമായിട്ടുള്ള വഴികൾ, കേരളത്തിൽ പുറത്ത് പല രീതിയിലുള്ള ആരൂഢം കണ്ടെത്തുന്നതുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിർവചനമാണ്. ചുരുക്കി പറഞ്ഞാൽ, പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സുകൃത ദുഷ്കൃതങ്ങളുടെ ഫലങ്ങളെ നമുക്ക് സൂചിപ്പിച്ച് തരുന്ന, വിധി എന്ന് പറഞ്ഞ് നമ്മളെ സൂചിപ്പിച്ച് തരുന്നത് ആണ് ജാതകം. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ജനിച്ചാൽ ഇത്രാമത് മരിക്കും. ഈ മരിക്കുന്നതിൻ്റെ ഇടയിലൂടെയുള്ള മോക്ഷം വരെയുള്ള നമ്മുടെ യാത്രയാണ് ശരിക്കും പറഞ്ഞ ജാതകത്തിൽ സൂചിപ്പിക്കുന്നത്. അത് വിധിയുടെയും ഫ്രീ വില്ലിൻ്റെയും ഒരു കോമ്പിനേഷൻ ആക്ച്വലി ജാതകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ജനിച്ചു, ഇവിടെ മരിക്കും, ഇത് ഫിക്സ്ഡ് ആണ് അല്ലേ? ഇതിനിടയിലൂടെ നമുക്ക് എന്തൊക്കെ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എത്ര കോസ്മെറ്റിക്സ് യൂസ് ചെയ്താലും, എത്ര വർക്കൗട്ട് ചെയ്താലും, എത്രയൊക്കെ സ്പിരിച്വലി നമ്മൾ സാധാരണ മനുഷ്യർ സ്പിരിച്വലി ഇത് ചെയ്യാൻ നോക്കിയാലും, നമുക്ക് ജനനം മുതൽ മരണം വരെയുള്ള ഈ യാത്രയിൽ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, വാർദ്ധക്യത്തിലേക്ക് പോകും. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം, നമുക്ക് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ. പക്ഷേ ശരീരം എന്തൊക്കെ ചെയ്താലും, ആരോഗ്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും, നല്ല ഫുഡ് കഴിച്ചാലും, നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് പോയാലും, വിധി എന്ന് പറയുന്നത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും. അത് സംശയമില്ലാത്ത കാര്യം. അത് വിധിയാണ്, അത് കാലമാണ്, അത് നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷെ അതിനിടയ്ക്കൂടെ ഈ വിധിയുടെ ഇഷ്ടത്തിനങ്ങ് പോവാം, ആരോഗ്യം ശ്രദ്ധിച്ച് പോവാം, കൃത്യമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോവാം. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്നും മധ്യവയസ്സിലേക്കും, മധ്യവയസ്സിൽ നിന്നും വാർദ്ധക്യത്തിലേക്കും പോകുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് വിധിയാണ്. അപ്പം ഇതാണ് പ്രാരാബ്ധം. അതായത് ഈ വിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മോക്ഷം വരെ എങ്ങനെ നേടാം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ജാതകം. ഇത് പൂർവജന്മമാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ ജാതകം നോക്കുന്നതാണ് മെയിൻ. രണ്ടാമത്തതാണ് പ്രശ്നം. പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജന്മത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള, നമുക്ക് കിട്ടിയ അവസരത്തെ, ആ ഫ്രീ വില്ലിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ആ പ്രശ്നം. ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ വന്ന് ജനിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ സാഹചര്യത്തെ ഒരു പ്രത്യേക ട്രാക്കിൽ നമുക്ക് ഇന്നിടത്തെ ജനിക്കാൻ പറ്റത്തുള്ളൂ, ഇന്ന പോലെ ജീവിക്കാൻ പറ്റും, ഇത്രാം വയസ്സിൽ മരിക്കും എന്നുള്ളത് നമ്മുടെ വിധിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ആ കിട്ടിയ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്, അല്ല എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് പ്രശ്നം സൂചിപ്പിക്കുന്നത്. മനസ്സിലാവണ്ട? നമ്മുടെ പരദേവത ഈ ജന്മം കിട്ടിയതാണ്. നമ്മുടെ പിതൃക്കൾ അത് ഈ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജന്മം കിട്ടിയതാണ്. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, സാഹചര്യം, ഇതുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ജന്മം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാതകം നോക്കുന്ന സമയത്ത് നല്ല സമയം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നം നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ ജന്മത്തിലെ നമ്മുടെ യാത്രയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അതേസമയത്ത് തിരിച്ച് പ്രശ്നം നോക്കുമ്പം നന്നായിട്ടുണ്ട്, ജാതകത്തിലെ ഫലം മോശം. അപ്പോൾ എന്താ? വിധിയിൽ കൊടുത്തിരിക്കുന്നത് സമയം അത്ര നല്ലതല്ല. നമ്മുടെ ജാതക ഈ ട്രാക്കിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ ജന്മം ചെയ്ത് എന്തോ സുഹൃതങ്ങൾ കൊണ്ട്, പരദേവതാ പ്രീതി കൊണ്ടായിരിക്കാം, നമ്മുടെ നല്ല നടപ്പ് കൊണ്ടായിരിക്കാം, നമ്മുടെ സൽസ്വഭാവം കൊണ്ടായിരിക്കാം, നമ്മുടെ ഹ്യൂമാനിറ്റി കൊണ്ടായിരിക്കാം, നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പഠിച്ചത് കൊണ്ടായിരിക്കാം, നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ശിക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരുപാട് അറിവുകളും അനുഭവങ്ങളും കൊണ്ട് നമ്മൾ
യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഫ്രീ വില്ലിനെ ഭംഗിയായിട്ട് പോയപ്പോൾ നമുക്ക് കുറേ സുഹൃതങ്ങൾ കിട്ടി. ആ കാരണത്താൽ പ്രശ്നത്തിൽ ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം എന്ന് പറയും, പ്രപഞ്ചത്തിൻ്റെ അനുകൂലാവസ്ഥ, സാഹചര്യത്തിൻ്റെ അനുകൂലാവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രശ്നം കിടും നന്നായിട്ടുണ്ട്. പക്ഷെ ജാതകത്തിൽ പൂർവേന്മ സുഹൃതം കൊണ്ടുണ്ടായിട്ടുള്ള സുഹൃത ദുഷ്കൃതങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കുറച്ച് സമയം ഇപ്പം ഇച്ചിരി മോശമാണ്, ദശ ഇച്ചിരി മോശമാണ്, ഗോചരം ഇച്ചിരി മോശമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യണം. രണ്ടും മോശമാണെങ്കിൽ പൂർണ്ണമായിട്ടും വിധി നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിച്ചു എന്നാണ് അർത്ഥം. ജാതകവശാലുള്ള സുഹൃത ദുഷ്കൃത ഫലങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ വിധിയെ ബുദ്ധി നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ ആ ദുരിത ഫലങ്ങളിലേക്ക് നമ്മളെത്തി. ജാതകവും പ്രശ്നവും മോശമായിട്ടുള്ളൊരു ഫലമാണ് നമുക്ക് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ കാലഘട്ടം വളരെ മോശമായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മോശമായിരിക്കും. നമുക്ക് പ്രകൃതിയുടെ അനുകൂലം ഉണ്ടാവത്തില്ല. റൈറ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് ചെയ്താലും തടസ്സങ്ങളായിരിക്കും. റൈറ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ മോശങ്ങളായിരിക്കും. നമ്മൾ ഇടപെടുന്ന ആൾക്കാർ മോശമായിരിക്കും. റൈറ്റ് പീപ്പിൾസ്, നമ്മൾ ഇടപെടുന്ന കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവരുമായിട്ട് പ്രശ്നം, എല്ലാവരുമായിട്ട്, ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലെ ഒരു മോശാവസ്ഥയായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഈശ്വര സാധനങ്ങൾ ചെയ്യണം. അതിന് പഞ്ചമഹായജ്ഞങ്ങൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഫ്രീ വില്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ജന്മം ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ കടമകളായിട്ട് ചെയ്യണം. പിതൃപ്രീതികൾ വരുത്തണം. ഉപാസനാദി വിഷയങ്ങൾ ചെയ്യണം. നമ്മളുടെ മേഖലകളിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ചെയ്ത് മുന്നോട്ട് പോകണം. ആരോഗ്യം ശ്രദ്ധിക്കണം. എന്താണോ ജാതകം തരുന്ന സൂചന ഈ കാലഘട്ടത്തിൽ, ഇപ്പം യൗവന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമായിരിക്കും, ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ വിദ്യാഭ്യാസമായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ജോലി. ഇപ്പോൾ ഒരു 25 വയസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ജോലി, വിവാഹം ഇത്യാദി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. മധ്യവയസ്സിലാണെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ സെറ്റിൽ ആവുന്നതിനെക്കുറിച്ചായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളെക്കുറിച്ചും അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ രോഗാദി വിഷയങ്ങളായിരിക്കാം. 60+ ഒക്കെ ആകുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള ഫിയറുകളുണ്ടാവും. ഒറ്റപ്പെടുന്നതിൻ്റെ ആയിരിക്കാം. പലതരത്തിലുള്ള ഫിയറുകൾ കാണാം. അപ്പോൾ ഏതേത് സാഹചര്യങ്ങളിൽ ഏതേത് ഗ്രഹങ്ങൾ എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നു, അതെന്തൊക്കെ സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് ജാതകത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അത് ദൈവാനുകൂല്യം, അതിൻ്റെ ഗുണഫലങ്ങൾ. ഇപ്പോൾ ജാതകത്തിലൊരു നല്ല സമയമാണ്, എന്നിട്ട് എനിക്കത് ഫലം വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ ജന്മത്തിൽ കിട്ടിയ അവസരങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. അത് പ്രശ്നത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. പ്രശ്നം എപ്പോഴും താൽക്കാലികമാണ്, മാറിക്കൊണ്ടിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. ജാതകം സ്ഥിരമാണ്. അത് നമ്മൾ ഒരിക്കലും ആ ബർത്ത് ഉണ്ടാകത്തുള്ള അതിനൊരു ഒരു മാനുവലാണ്. നമ്മുടെ ലൈഫിൻ്റെ ബർത്ത് മുതൽ മോക്ഷം വരെയുള്ളതിൻ്റെ ഒരു മാനുവലാണ്. പ്രശ്നം താൽക്കാലികമാണ്, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് എപ്പോഴും ഒരു ഫൈനലായിട്ട് ഒരു നല്ല ദൈവജ്ഞൻ കണ്ടെത്തേണ്ടത്. പിന്നെ എൻ്റെ പേഴ്സണലി ഞാനൊരു അഭിപ്രായം പറയാം. ഒരു 80% പ്രാധാന്യം നിങ്ങൾ ജാതകത്തിനാണ് കൊടുക്കേണ്ടത്. ജാതക ഫലം കേരളത്തിൽ കൂടുതൽ ആൾക്കാർ പ്രശ്നത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തും ഒക്കെ പലയിടത്തും പലരെയും പഠിക്കാൻ ശ്രമിച്ചപ്പം, പല മെത്തേഡുകൾ പഠിക്കാൻ ശ്രമിച്ചപ്പം, പല റിസർച്ചുകൾ പഠിക്കാൻ ശ്രമിച്ചപ്പം ഒരു 80% കാര്യങ്ങളും നമുക്ക് ജാതകത്തിൻ്റെ ഫലം തന്നെയാണ് വരുന്നത്. ജാതകമാണ് മെയിൻ. ജാതക ഫല വിശകലനമാണ് മെയിൻ. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഇപ്പോൾ പ്രശ്നമാകുമ്പം ഒരു സാധാരണ പ്രശ്നം വെക്കാൻ പ്രശ്നമാർഗം 14-15 അധ്യായം പഠിക്കുക, ജാതക പരിജാതകത്തിൻ്റെ കുറച്ച് ശ്ലോകങ്ങൾ പഠിച്ചു വെക്കാം, പ്രശ്ന കൗതുകം പോലുള്ള കുറച്ച് ഗ്രന്ഥങ്ങളുടെ ശ്ലോകം പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നമാർഗത്തിൻ്റെ തന്നെ മലയാളം വ്യാഖ്യാനമായിട്ടുള്ള പ്രശ്ന രീതിയിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പ്രശ്നം ഓടിക്കാം. പക്ഷെ ജാതകം അങ്ങനെയല്ല. ജാതകം ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് വരാഹമിഹിരൻ്റെ ഓരയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടായിരിക്കും പരാശരഹോരയെ പറയുന്നത്. പരാശരഹോരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഗർഗഹോരയിൽ. അതുപോലെ തന്നെ പല ജാതക ഗ്രന്ഥങ്ങളുടെയും മെത്തേഡുകൾ നമുക്ക് നോക്കുമ്പം അതിനനുസരിച്ച് അതിൻ്റെ ഷഡ്വർഗ്ഗങ്ങളും അല്ലെങ്കിൽ അഷ്ടവർഗ്ഗങ്ങളും അല്ലെങ്കിൽ വർഗ്ഗ ചാർട്ടുകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് പല റിസർച്ചുകളും ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേപ്പറുകൾ പഠിക്കുമ്പം ജാതകത്തിൻ്റെ ഫലം എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൂടാതെ പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ളൊരു പരാശരി മെത്തേഡ് അല്ലാതെ കൃഷ്ണമൂർത്തി പദ്ധതിയുണ്ട്,
അല്ലെങ്കിൽ കുല്ലർ അസ്ട്രോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാസ്കര അസ്ട്രോളജി ഉണ്ട്, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പല തരത്തിലുള്ള, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജാതക വിശകലന രീതികളുണ്ട്. ഇതിൽ ഏതൊക്കെ വേണമെങ്കിലും പഠിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. പക്ഷെ പരാശര മെത്തേഡ് തന്നെയാണ് ഏറ്റവും പവർഫുൾ. അതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈവൻ KP അസ്ട്രോളജി പോലും പരാശരി ദശ എന്ന് പറയുന്ന വിംശോത്തരി നക്ഷത്ര ദശയുടെ ബേസിലാണ് നമ്മുടെ രാശി പോലും തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏത് വേണമെങ്കിലും പഠിക്കാം. ജാതകം നന്നായിട്ട് പഠിക്കണം. അത് കുറേ കാലം എടുക്കും. ഒരു 10,000 ജാതകങ്ങളെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ 7ാം ഭാവത്തിൽ ഒരു ഗ്രഹം, 7ാം ഭാവത്തിൽ ശനി നിൽക്കുകയെന്ന് വെച്ചു. ഇപ്പം 7ൽ ശനി നിന്ന് കഴിഞ്ഞാൽ D1 ഒരു ക്രമം വെച്ചിട്ട്, ഇപ്പം ഗ്രഹനിലയിൽ 7 ശനി എന്നാൽ 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2.5 വർഷം അവിടെ നിൽക്കും ശനി ആ രാശിയിൽ. ഡെയിലി അതിൻ്റെ ഈ ശനി നിൽക്കുന്നതിൻ്റെ നേരെ 7ാം ഭാവം ലഗ്നമായിട്ട് എല്ലാവർക്കും ഉദിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ ഫലമാണോ? അപ്പം വർഗ്ഗചക്രങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ ഗംഭീരമായിട്ട് ഒരേ ഗ്രഹം 7 നിൽക്കുമ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവ ഫലങ്ങളെ നമുക്ക് കാണാനും അറിയാനും പറ്റും. 7ൽ ഒരു ഗ്രഹം നിന്നാൽ, ഇപ്പോൾ ശനി 7ൽ നിന്നാൽ കുറച്ച് കാല വ്യത്യാസത്തിൽ പലരും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നക്ഷത്ര വിഷയങ്ങൾ, അത് ഏതൊക്കെ നക്ഷത്ര കാലുകളിലാണ് നിൽക്കുന്നത്, നവാംശങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ഫലം, ഈ ഷഷ്ടിയാംശം പോലുള്ള വർഗ്ഗചക്രം എടുത്ത് നോക്കിയിട്ട് അത് D1 വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ തമ്മിലുള്ള ഫലങ്ങളൊക്കെ നോക്കുമ്പം എന്താണ് അയാൾക്ക് ഈ ഗ്രഹനില കൊണ്ട് തരാൻ പോകുന്നത്, അയാൾക്ക് കൊടുക്കുന്ന ദശ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ ജാതകത്തിൽ 7ൽ ശനി നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാറും. അപ്പോൾ ജാതകം അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ജാതകം പോലെ തന്നെ താൽക്കാലികമായിട്ട് ഉള്ള ഒരു ഫലമാണ് കേരളീയർക്ക് പ്രശ്നാനുഷ്ഠാന പദ്ധതി പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രശ്നമാർഗം പോലെ ഉള്ള ഗ്രന്ഥങ്ങൾ. കേരളീയർക്ക് തനതായിട്ടുള്ളൊരു പ്രശ്ന ശൈലിയുണ്ട്. അതാണ് ഈ കബഡിയൊക്കെ വെച്ച് നോക്കുന്നത്. അത് കേരളത്തിൻ്റെതാണ്. ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഹോരാരി അല്ലെങ്കിൽ പ്രശ്ന മെത്തേഡുകൾ കേരളത്തിന് പുറത്തും ഉണ്ട്. കൂടുതലും ജാതകം നോക്കുന്നത് തന്നെയാണ് മെയിൻ. ജാതക ഫലം കഴിഞ്ഞിട്ട് പ്രശ്നഫലത്തിലേക്ക് നോക്കാവൂ. ഇന്നത്തെ കാലത്ത് പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നം വെക്കുക എന്ന് പറയുന്നത് ദോഷമുണ്ട്, അവിടെ ഒരു പൂജ കഴിച്ചാൽ ഇത് മാറത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണത്. അതല്ല, ജാതക ഫലം നന്നായിട്ട് നോക്കിയിട്ട് ഒരു 80% ഫലം ജാതക ഫലം നോക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ ആണ് മാറുന്നത്. ഒരു 20% മാത്രമേ പ്രശ്നത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പൂജ കഴിച്ചാൽ നമുക്ക് അതിനൊരു ഫലം കിട്ടാത്തത്. ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയമായിട്ട് കാണാം. നമസ്കാരം.